ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പെർക്വിസിറ്റിനുള്ള ടോപ്പിക്കാണ് നോക്കിയത്. പെർക്വിസിറ്റിൽ സെക്ഷൻ 17 ക്ലോസ് 2 അനുസരിച്ച് ടൈപ്സ് ഓഫ് പെർക്വിസിറ്റി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ടൈപ്സ് ഓഫ് പെർക്വിസിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ടൈപ്സ് ആയിട്ടാണ്. ദറ്റ് ഈസ് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്, പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ആൻഡ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. ഈ 3 ടൈപ്സ് ഓഫ് പെർക്വിസിറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസസിൽ നമ്മൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനാണ് ഇപ്പോൾ ലാസ്റ്റ് നോക്കിയത്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നോക്കി അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. ഓക്കെ, ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ഓൾ കേസസ്, ദറ്റ് ഈസ് ഈ പറഞ്ഞ, അതായത് നമ്മളിപ്പോൾ കണ്ട റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്നുള്ള പെർക്വിസിറ്റ് എല്ലാ സമയത്തും ടാക്സബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ ഓൾ കേസസ്. ഇനി നെക്സ്റ്റ് അതർ ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ് ഓർ അതർ ടാക്സബിൾ പെർക്വിസിറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ട റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഒഴികെ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ കണ്ടു. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ തന്നെ പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു ഞാൻ. പല രീതിയിൽ നമ്മൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ നോക്കി, പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കേസിൽ നോക്കി. അപ്പോൾ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ നമ്മൾ നോക്കി. ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി. ഓക്കെ, ദെൻ പ്രൊവൈഡഡ് അറ്റ് സൈറ്റ് നോക്കി. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്, സ്മോൾ ആണ് ടാക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മളതിൽ നോക്കി. ഇനി ബാലൻസ് എന്തൊക്കെയാണ് ടാക്സബിൾ ആയിട്ട് വരുന്ന പെർക്വിസിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതർ ടാക്സബിൾ പെർക്വിസിറ്റുകൾ ഏതൊക്കെ എന്നുള്ളത് നോക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് എമൗണ്ട് പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ in respect of any obligation which otherwise would have been payable by the employee. ഏതെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടേത് പേ ചെയ്യുക. ഓക്കെ, അത് ടാക്സബിൾ ആണ്. എല്ലാ കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. എമൗണ്ട് പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ വിച്ച് അതർവൈസ് വുഡ് ഹാവ് ബീൻ പേയബിൾ ബൈ ദ എംപ്ലോയി. അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒബ്ലിഗേഷൻ എംപ്ലോയർ പേ ചെയ്യുക. അത് മുന്നുള്ള സമയത്ത് നമ്മൾ പേ ചെയ്തതായിരിക്കും, അതായത് എംപ്ലോയി പേ ചെയ്തതായിരിക്കും. എംപ്ലോയർ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് അന്ന് പേ ചെയ്തത് ഇപ്പോൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് പേ ചെയ്യുക, എംപ്ലോയർ തന്നെ പേ ചെയ്യുക. അങ്ങനെയുള്ള കോൺസെപ്റ്റിലൊക്കെ ഏതെടുക്കാം? എമൗണ്ട് പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ വിച്ച് അതർവൈസ് വുഡ് ഹാവ് ബീൻ പേയബിൾ ബൈ ദ എംപ്ലോയി. അതിൽ വരുന്നത് പേയ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഹോട്ടൽ ബിൽ ഓർ ക്ലബ്ബ് ബിൽ. എംപ്ലോയിയുടെ ഏതെങ്കിലും ഹോട്ടൽ ബില്ലുകളോ അതല്ലെങ്കിൽ ക്ലബ്ബ് ബില്ലുകളോ ഒക്കെ എന്ത് ചെയ്യുക? എംപ്ലോയർ പേ ചെയ്യുക. ഓക്കെ, പേയ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഹോട്ടൽ ബിൽ ഓർ ക്ലബ്ബ് ബിൽ ബൈ എൻ എംപ്ലോയർ കേട്ടോ. എംപ്ലോയറാണ് പേ ചെയ്യുന്നത്. provided it is not connected with the employer's business. Basically this one is not related to business. Okay, കമ്പനി ആയിട്ടോ അതല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്കുമായിട്ടോ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും അത് ടാക്സബിൾ അല്ല. പക്ഷേ ഇത് പോകുന്നത് ഒരിക്കലും എന്തിനായിക്കൊള്ളണം എന്നില്ല? ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് അല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എംപ്ലോയി പോവുകയാണ്, എന്നിട്ട് ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് അല്ലാതെ ആവശ്യങ്ങൾക്ക് പോയിട്ട് വരുന്ന ഹോട്ടൽ ബില്ലുകളോ അതല്ലെങ്കിൽ ക്ലബ്ബ് ബില്ലുകളോ ആര് പേ ചെയ്യുക? എംപ്ലോയർ പേ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണത്? ടാക്സബിൾ ആണ്. സെക്കൻഡ് കേസ്, പേയ്മെൻറ്റ് ഓഫ് എനി ലോൺ ഡ്യൂ ബൈ എംപ്ലോയി. എംപ്ലോയിക്ക് എന്തെങ്കിലും ലോണുകൾ ഉണ്ടായിരിക്കും, ആ ലോണുകൾ ആര് പേ ചെയ്യുക? എംപ്ലോയർ പേ ചെയ്യുക. ദറ്റ് ഈസ് പേയ്മെൻറ്റ് ഓഫ് എനി ലോൺ ഡ്യൂ ബൈ എംപ്ലോയി. പേയ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ് ചിൽഡ്രൻ. എംപ്ലോയീസിൻ്റെ ചിൽഡ്രൻസിൻ്റെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് paid by the employer. Okay, education expense of the employees children paid by the employer. This one is also payment connected in respect of obligation. And also payment of salary to a domestic servant of an employee. എംപ്ലോയിയുടെ വീട്ടിൽ വേലക്കാരീനെ വെച്ചിട്ടുണ്ട്. ആ വേലക്കാരിക്കുള്ള ശമ്പളം ആര് കൊടുക്കുക? എംപ്ലോയർ കൊടുക്കുക. ദറ്റ് ഈസ് എ ഡൊമസ്റ്റിക് സെർവൻറ്റ്. അപ്പോൾ ഡൊമസ്റ്റിക് സെർവൻറ്റിനുള്ള സാലറി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സെർവൻറ്റിന് വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആര് പേ ചെയ്യുക? എംപ്ലോയർ പേ ചെയ്യുക. അതും എന്താണ്? അങ്ങനെ പേ ചെയ്തോട്ടെ, ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എന്താണത്?
പർപ്പസിൽ അത് ടാക്സബിൾ ആണ്. കാരണം ഒബ്ലിഗേഷൻ ശരിക്കും ആരുടെയാണ്? എംപ്ലോയിയുടെ ഒബ്ലിഗേഷനാണ്. ദറ്റ് ഒബ്ലിഗേഷൻ ഇസ് പേയബിൾ ബൈ ദ എംപ്ലോയർ. അപ്പോൾ അതുകൊണ്ട് എംപ്ലോയർ പേ ചെയ്യുന്നതായതുകൊണ്ട് നോർമലി അതെന്താണ്? ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയി ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് പെർക്വിസിറ്റ്. പേയ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഇൻകം ടാക്സ് ഓൾസോ. ഓക്കെ, എംപ്ലോയിക്ക് ഇൻകം ടാക്സ് ഉണ്ടായി. ഇൻകം ടാക്സ് ആര് പേ ചെയ്യുക? എംപ്ലോയർ പേ ചെയ്യുക. ബേസിക്കലി എംപ്ലോയി പേ ചെയ്യേണ്ട ഇൻകം ടാക്സ് ആണല്ലോ. അതാര് പേ ചെയ്യുന്നു? എംപ്ലോയർ പേ ചെയ്യുന്നു. അങ്ങനെ പേ ചെയ്യുന്ന ഇൻകം ടാക്സ് എന്താണ്? ടാക്സബിൾ ആണ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. അപ്പോൾ ഇത്രയും ഒബ്ലിഗേഷൻസ് എന്താണ്? എംപ്ലോയിക്ക് സംഭവിക്കുന്ന ഒബ്ലിഗേഷനാണ്. ആ ഒബ്ലിഗേഷൻ ആര് പേ ചെയ്യുക? എംപ്ലോയർ പേ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇറ്റ് ഈസ് നോൺ ആസ് എ പെർക്വിസിറ്റ് ആൻഡ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയി. ഓക്കെ, അതേപോലെ ഇനി അതർ ടാക്സബിൾ പെർക്വിസിറ്റിൽ വരുന്നതാണ് അഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ ലൈഫിന് വേണ്ടിയിട്ട് അഷുറൻസ് എടുക്കുക, ഇൻഷുറൻസ് പോലെ. ആ അഷുറൻസിൻ്റെ എമൗണ്ട് ആര് പേ ചെയ്യുക? എംപ്ലോയർ പേ ചെയ്യുക. എമൗണ്ട് പേയബിൾ ബൈ ദ എംപ്ലോയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ഇഫക്റ്റ് ആൻ അഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയിയുടെ ലൈഫിൻ്റെ അഷുറൻസിന് വേണ്ടിയിട്ട് എംപ്ലോയർ ആണ് എന്ത് ചെയ്യുന്നത്? എമൗണ്ട് പേ ചെയ്യുന്നത്. ഓർ ടു ഇഫക്റ്റ് എ കോൺട്രാക്ട് ഫോർ ആൻ ആന്വിറ്റി അതർ ദാൻ പേയ്മെൻറ്റ് മെയ്ഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമുക്കറിയാം PF നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെയാണ് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്, RPF എന്ന് പറയും. RPFിലേക്ക് കൊടുക്കുന്നത് ഒരിക്കലും അഷുറൻസ് അല്ല കേട്ടോ. RPF നമുക്കിനി പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് RPF പറയും. അപ്പോൾ RPF അല്ലാതെ വേറെ എന്തെങ്കിലും ആന്വിറ്റിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഷുറൻസോ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ പേ ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പെർക്വിസൈറ്റ്. ഓക്കെ, അപ്പോൾ അഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ ലൈഫിനുള്ള അഷുറൻസ് എംപ്ലോയർ ഏറ്റെടുക്കുക. എന്നിട്ട് എംപ്ലോയർ ആ ആന്വിറ്റി നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ് ടേമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ആന്വിറ്റി പേ ചെയ്യുക, പ്രീമിയം തുക അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. അപ്പം ആന്വിറ്റി അല്ലെങ്കിൽ പ്രീമിയം തുക ആരടയ്ക്കുക? എംപ്ലോയർ അടയ്ക്കുക. അപ്പോൾ അടച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്താണത്? എംപ്ലോയിയുടെ കയ്യിൽ ഇറ്റ് ഈസ് എ ടാക്സബിൾ പെർക്വിസിറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് യൂസ് ഓഫ് മൂവബിൾ അസെറ്റ്. ഏതെങ്കിലും മൂവബിൾ അസറ്റുകൾ യൂസ് ചെയ്യാം. എംപ്ലോയി യൂസസ് എനി മൂവബിൾ അസെറ്റ് ബിലോങ്ങിങ് ടു ദ എംപ്ലോയർ. എംപ്ലോയറുടേതായിട്ടുള്ള ഏതെങ്കിലും മൂവബിൾ അസറ്റുകൾ എംപ്ലോയി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിൽ ടാക്സബിളാണ്? എംപ്ലോയറുടെ കയ്യിൽ ടാക്സബിളാണ്. എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിളാണ്. ഓർ ഹയേർഡ് ബൈ ഹിം. പെർക്വിസിറ്റ് വാല്യൂ ഈസ് 10% of the actual cost of the asset. Or amount of higher charges paid or payable by the employer. അപ്പം ഏതെങ്കിലും മൂവബിൾ അസറ്റ്, എംപ്ലോയറുടെ പേരിലുള്ള മൂവബിൾ അസറ്റ് എംപ്ലോയി യൂസ് ചെയ്യാണ് എങ്കിൽ അതിൻ്റെ ആ മൂവബിൾ അസറ്റിനുള്ള ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ കോസ്റ്റിൻ്റെ 10% പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് കണ്ടിട്ട് ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യും? എംപ്ലോയിയുടെ കയ്യിൽ ടാക്സ് ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് എംപ്ലോയർ തന്നെ അത് വാടകയ്ക്ക് എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഹയറിന് എടുക്കുന്നതാണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജ് എംപ്ലോയർ എത്രയാണോ കൊടുക്കുന്നത് അതായിരിക്കും എന്തായിട്ട് കണക്കാക്കുക? പെർക്വിസിറ്റ് ആയിട്ട് യൂസ് ഓഫ് മൂവബിൾ അസറ്റ് എന്ന് പറഞ്ഞ് കണക്കാക്കിയിട്ട് ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പറഞ്ഞ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസസിൽ വരുന്ന നെക്സ്റ്റ് വണ്ണാണ് യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. യൂസ് ഓഫ് മൂവബിൾ അസറ്റ് മീൻസ് എനി മൂവബിൾ അസറ്റ് യൂസ്ഡ് ബൈ ദ എംപ്ലോയി ആക്ച്വലി വിച്ച് ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. ദ പെർക്വിസിറ്റ് വാല്യൂ ഈസ് 10% of the cost of asset. If the asset is hired, actual hire charges is the perquisite value. ഓക്കെ, ഇത് ഹയർ ചെയ്യുന്നതാണെങ്കിൽ ആക്ച്വൽ പെർക്വിസിറ്റ് വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ എന്തായിട്ട് പറയുക? പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് പറയുക. നെക്സ്റ്റ് ഫ്രീ മീൽസ്. ഫ്രീ മീൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഉച്ചയ്ക്കുള്ള മീൽസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ എക്സംപ്റ്റഡ് അപ് ടു ₹50 per meal. ബേസിക്കലി ഫ്രീ മീൽസ് ടാക്സബിൾ അല്ല 50 rupees വരെ. 50 രൂപയ്ക്ക് അധികം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, 50 രൂപയുടെ വിലേൻ്റെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്താണ്?
മീൽസ് ടാക്സബിൾ ആണ്. അപ്പോൾ ഫ്രീ മീൽസ് എത്ര രൂപ വരെയാണ് എക്സംപ്റ്റഡ്? അപ് ടു ₹50. 50 രൂപ വരെയുള്ള മീൽസ് എക്സംപ്റ്റഡ് ആണ്. 50 രൂപയിൽ കൂടുതൽ മീൽസിന് വില വരുന്നുണ്ടെങ്കിൽ നോർമലി ദറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മളിപ്പോൾ വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പറഞ്ഞു. ദെൻ അതിനുശേഷം ഏതെങ്കിലും ഒബ്ലിഗേഷൻ എംപ്ലോയിയുടെ എംപ്ലോയർ പേ ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ് പെർക്വിസിറ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അഷ്വറൻസ് പറഞ്ഞു. യൂസ് ഓഫ് മൂവബിൾ അസറ്റ് പറഞ്ഞു. ദെൻ ഫ്രീ മീൽസ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ. ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ. ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ provided by the employer to the employee or any member of the household. അതായത് ഏതെങ്കിലും കൺസെഷണൽ ലോണ് ആർക്ക് കൊടുക്കുക? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുക കൺസെഷണൽ ലോണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്, പെർക്വിസിറ്റ് ആയിട്ട് ടാക്സബിൾ ആണ്. പക്ഷേ അതിന് കുറച്ച് എക്സംഷൻ വരുന്നുണ്ട്. ദറ്റ് ഈസ് ഇൻ കേസ് ഓഫ് സ്മോൾ ലോൺ അപ് ടു ₹20,000. ഒരു 20,000 വരെയുള്ള ലോൺ ആണെങ്കിൽ അതെന്തായിരിക്കും? നില്ലാണ്, ടാക്സബിൾ അല്ല കേട്ടോ. അതേപോലെ തന്നെ ലോൺ ഗിവൺ ടു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ റൂൾ 3A. റൂൾ 3A പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിന് വരുന്ന ലോണ്. പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാരകരമായിട്ടുള്ള രോഗങ്ങളാട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിവിയർ ആയിട്ടുള്ള ഡിസീസസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിവിയർ ഡിസീസസിന് വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന ലോണും എന്താണ്? റൂൾ 3A അനുസരിച്ച് വരുന്ന ഡിസീസസിനുള്ള ലോണും ഈസ് ഓൾസോ not taxable, that is nil. Other cases, sum equal to the simple interest of the loan computed at the rate per annum charged by State Bank of India. State Bank of India ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ ആ റേറ്റ് ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസ് എക്സംപ്റ്റഡാണ്. അതായത് 20,000 രൂപ വരെയുള്ള ലോൺ ടാക്സബിൾ അല്ല. സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ട്, അതായത് ഇയാളുടെ ഡിപ്പെൻഡൻറ്റിനോ അല്ലെങ്കിൽ ഇയാൾക്കോ എന്തെങ്കിലും രോഗങ്ങളുണ്ട്, ആ രോഗത്തിന് വേണ്ടി ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണ് എംപ്ലോയറുടെ കയ്യിൽ നിന്നെങ്കിൽ അതെന്തല്ല? ടാക്സബിൾ അല്ല. ഓക്കെ, അല്ലാത്ത കേസുകളിലൊക്കെ ടാക്സബിൾ ആണ്. ഏതാണ് ടാക്സ് ചെയ്യുന്നത്? എത്രയാണോ SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾ പ്രകാരം അതിന് കൊടുക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്, ആ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്ത്? ടാക്സബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ പറഞ്ഞത് എന്താ? ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ. ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കൺസെഷനിലോ ലോൺ കൊടുക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെർക്വിസിറ്റ് വാല്യൂ ആൻഡ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയി. ഇത് എക്സംപ്റ്റഡ് ആവുന്നത് എത്രയാണ്? ഈഫ് ലോൺ എമൗണ്ട് ഇസ് ലെസ് ദാൻ ₹20,000 ദർ ഈസ് നോ പെർക്വിസിറ്റ് വാല്യൂ ആൻഡ് ദ ലോൺ ഇസ് ടേക്കൺ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസസ് അണ്ടർ റൂൾ 3A, that is also exempted or there is no perquisite value. In all other cases, the rate prescribed by State Bank of India is the value which is mentioned in perquisite. Okay, എത്രയാണോ simple interest prescribed by State Bank of India is known as perquisite value. That is known as interest free or concessional loan. Then next വരുന്ന perquisite taxable in all cases വരുന്നതാണ് holiday enjoyment. That is the expenditure of traveling and touring accommodation and any other expenses paid or reimbursed by the employee or any member of the household will be the value of perquisite. അതായത് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ട്രാവലിങ്ങിനോ ടൂറിങ് അക്കോമഡേഷനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തോ എക്സ്പെൻസോ ആയിക്കൊള്ളട്ടെ, അത് എംപ്ലോയി റീഇംബേഴ്സ് ചെയ്യുക എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഹോളിഡേ എൻജോയ്മെൻറ്റിന് ഇപ്പം വെക്കേഷനിലൊക്കെ ടൂർ പോവുകയൊക്കെ ചെയ്യുകയാണ്, എന്നിട്ട് അതിന് വരുന്ന എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് ആരുടെ കയ്യിൽ നിന്ന് എടുക്കുക? എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സബിൾ ആണ്. ദറ്റ് ഈസ് നോൺ ആസ് ഹോളിഡേ എൻജോയ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗിഫ്റ്റ്. ദറ്റ് ഈസ് എംപ്ലോയർ പ്രൊവൈഡ്സ് ഗിഫ്റ്റ് ടു ദ എംപ്ലോയി ബിലോ ₹5,000 ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. 5,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഈ ഗിഫ്റ്റിൻ്റെ വാല്യൂ 5,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം എമൗണ്ടും ടാക്സബിൾ ആണ്.
Okay, so value of gift up to rupees 5,000 is exempted. There is no perquisite value. ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോട്ടെ, കൊടുക്കണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗിഫ്റ്റ് എത്ര രൂപ വരെ വരാൻ പാടുള്ളൂ? 5000 രൂപ വരെ വില വരുന്ന ഗിഫ്റ്റേ വരാൻ പാടുള്ളൂ. 5000 രൂപയിൽ കൂടുതൽ വില വരുന്നുണ്ടെങ്കിൽ നോർമലി എന്താണത്? ഇറ്റ് വിൽ ബിക്കം ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയി നോൺ ആസ് പെർക്വിസിറ്റ്. പെർക്വിസിറ്റ് ആയിട്ട് എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ 5000 രൂപയാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഗിഫ്റ്റിന് 5000 രൂപയാണ് ലിമിറ്റ്. 5000ത്തിൽ കൂടുതൽ വില വരുന്ന ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രം എന്താണത്? ടാക്സബിൾ ആണ്. അപ്പോൾ ദിസ് വൺ ഇസ് ഓൾസോ നോൺ ആസ് പെർക്വിസിറ്റ്. ഗിഫ്റ്റും ഓൾസോ നോൺ ആസ് പെർക്വിസിറ്റ്. ഓക്കെ, പെർക്വിസിറ്റ് വിച്ച് ഇസ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. നെക്സ്റ്റ് പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്. നെക്സ്റ്റ് വരുന്നതാണ് പെർക്വിസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ക്രെഡിറ്റ് കാർഡ്. ദറ്റ് ഈസ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ incurred by the employer in respect of credit cards used by the employee minus expenditure on use for official purpose and the amount recovered from the employee. അതായത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോട്ടെ, യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒഫീസ് പർപ്പസിനാണെങ്കിൽ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഒഫീഷ്യൽ പർപ്പസിന് അല്ലാതെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് എംപ്ലോയി ഈസ് നോൺ ആസ് പെർക്വിസിറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാൾക്കൊരു 2 lakh റുപ്പീസൊക്കെ ഇയാളുടെ ജോലിപരമായിട്ടുള്ള ആവശ്യത്തിന്, വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് ഇയാൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലൊരു 50,000 ഓഫീസ് ആവശ്യത്തിന് വന്നതാണെങ്കിൽ ബാലൻസ് വരുന്ന 1,50,000 ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ 2 lakhൽ 1,50,000 ടാക്സബിൾ ആയിരിക്കും, 50,000 എക്സംപ്റ്റഡ് ആയിരിക്കും. ബിക്കോസ് 50,000 ഇസ് യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ്. So that is known as perquisite in respect of credit card. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഓർ കമ്പ്യൂട്ടേഴ്സ്. അതായത് എംപ്ലോയി ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുക. The perquisite value shall be worked out by reducing 20% of the actual cost by the reducing balancing method for each completed year of use. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് 20% വരെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം അണ്ടർ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്ന ഒരു മെത്തേഡാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് പ്രകാരം 20% ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് എന്ത് ചെയ്യാം? ബാലൻസ് എമൗണ്ട് മാത്രമേ ടാക്സബിൾ ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ കമ്പ്യൂട്ടറുകളൊക്കെ എംപ്ലോയി യൂസ് ചെയ്യുകയാണ് ഫ്രീ ആയിട്ട്, ഇയാളുടെ പേഴ്സണൽ ആവശ്യത്തിനും ഓഫീസ് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? 20% ഡിപ്രീസിയേഷൻ കുറച്ച് ബാലൻസ് എമൗണ്ട് ടാക്സബിളാണ്. നെക്സ്റ്റ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് സൂപ്പറാനുവേഷൻ ഫണ്ട്. ദറ്റ് ഈസ് excess of rupees 1,50,000 per year is taxable in the hand of employee. സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ, സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. 1.5 ലക്ഷത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ ദറ്റ് വിൽ ബി ടാക്സബിൾ. ദറ്റ് ഇസ് നോൺ ആസ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് സൂപ്പറാനുവേഷൻ ഫണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ഓഫ് പെർക്വിസിറ്റിൽ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസസ് എന്നുള്ള കോൺസെപ്റ്റിൽ നോക്കാനുള്ളത്. ഇത്രയും പെർക്വിസിറ്റാണ് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസസിൽ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് perquisite taxable in the case of specified employees only, and the third case tax free perquisite. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.